നമ്മളിന്നൊരു ഗോബി മഞ്ചൂരിയനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് പെട്ടെന്ന് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ട് ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് കലക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററും അങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ട. നമുക്ക് ചെറുതായിട്ടൊരു കോട്ടിങ് ഇതിന് മുകളിൽ വരത്തക്ക വിധത്തിൽ മാത്രം നമുക്കിതൊന്നും കലക്കിയെടുത്താൽ മതി. ഇനി നമ്മളിപ്പോൾ ഇത് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് മുകളിൽ ഒരു ചെറുതായിട്ടൊരു കോട്ടിങ് മാത്രം വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിരുന്നു. ഒരുപാട് ഓവർ ഹീറ്റ് ആവണ്ട. ഒരു മീഡിയം ചൂടിൽ നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഹാഫ് ഫ്രൈ മാത്രം ചെയ്തെടുക്കുന്നുള്ളൂ. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല. പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്കിതിങ്ങ് കോരി മാറ്റാവുന്നതാണ്. ഇട്ട് കൊടുത്ത ഉടനെ ഇങ്ങ് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. കോളിഫ്ലവർ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്ന് ആയിട്ട് വേണം, സെപ്പറേറ്റ് ആയിരിക്കത്തക്ക വിധത്തിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. കോളിഫ്ലവറിൻ്റെ ഷേപ്പ് ഇങ്ങനെ കാണത്തക്ക വിധത്തിൽ വേണം നമ്മളിത് ഓരോന്നാക്കി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഞാൻ ബാക്കിയുള്ളതും ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കാണ് നമ്മൾ ഇനി രണ്ടാമത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ ആദ്യം കോരിയതാണ് ഞാനിപ്പോൾ ഇത് രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുത്ത് രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഞാനിങ്ങനെ ഇത് രണ്ടും നമ്മൾ നേരത്തെ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തതെല്ലാം നമ്മളിതിൽ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിനായിട്ട് ഒരു സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സോസുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് കലക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്കങ്ങനെ ഒരു സോസ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കടായി നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ്. അതിൽ കൂടുതൽ ഓയിലുള്ളത് ഞാൻ കുറച്ചങ്ങ് മാറ്റി ബാക്കിയുള്ള ഓയിലാണത്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഗാർലിക് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ നന്നായിട്ട് ഫുള്ളിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് അത് സോട്ട് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി, ഒരു മീഡിയം സൈസ് ഓനിയൻ ഇതും പൊടിയായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സോസുകളിലും ഉപ്പുള്ളതാണ്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കോളിഫ്ലവർ നമ്മൾ ആവിയിൽ വേവിച്ച് വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു.
അപ്പോൾ നമുക്ക് ഉപ്പ് വളരെ കുറച്ച് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി പൊടിയായി കട്ട് ചെയ്ത ക്യാപ്സിക്കമോ സ്പ്രിംഗ് ഒനിയനോ ചേർത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.